സ്നേഹം കൊണ്ട് പറയുന്നതാ. മുമ്പൊന്നും കുടിച്ചാലും കുഴപ്പമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ പാട്ടും കൂത്തും ബഹളവും, കൂടെ കുറെ ശെങ്കിടികളും. ഇപ്പൊ ശിങ്കിടികൾ എത്രയുണ്ട്? 4 എണ്ണം. അങ്ങർക്ക് വട്ട. പണ്ട് സർക്കസിൽ കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അതുങ്ങളെ അവിടെ കയറ്റി താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആകെ പെൻഷനായി കിട്ടുന്നത് 300 രൂപയാ. ഉണ്ടപ്പക്കറുകളാണെന്നൊന്നും കരുതണ്ട, എല്ലാം തീറ്റിപ്പണ്ടാരങ്ങളാ. അതൊക്കെ സഹിക്കായിരുന്നു. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. ചേച്ചിന്ന് വിളിച്ച് പുറകെ നടക്കും. നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെ നോക്കിക്കൊള്ളണമെന്ന് അച്ഛൻ പറഞ്ഞുപോയി. അന്ന് മുതൽ അവർ കാവൽക്കാരെ പോലെ നടക്കുക. അത് പോട്ടെ, നിന്റെ പഠിത്തം ഇതുവരെയായി? ഇപ്പൊ ഒരാഴ്ചയായി പോയിട്ട്. ബസ്സിൽ കയറ്റാനും ബസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ട് ആ ഉണ്ടകൾ കൂടെ വരും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ കേക്കില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നാ തോന്നല്. നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാ നല്ലത്. എന്നാ പഠിക്കാനും സമയം കിട്ടും, അവന്മാരുടെ ശല്യവും ഉണ്ടാവില്ല. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയൽപ്പക്കത്ത് മമ്മിയെപ്പോലെ ഒരാളുണ്ടായത് എന്റെ ഭാഗ്യം. എന്നാ വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. പണത്തിന്റെ കാര്യമൊന്നും ഓർത്ത് മീര വിഷമിക്കണ്ട. മമ്മി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ആർക്ക് കൊടുക്കാനാ? വാ, കാപ്പി കുടിച്ചിട്ട് പോകാം.